Leute, സോ നമ്മളിന്ന് ഇറെഗുലർ വേർബ്സിൻ്റെ കോൺജുഗേഷനാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഇറെഗുലർ വേർബ്സിനെ പറ്റിയാണ് പഠിക്കുന്നത്. ഓക്കെ, നമ്മൾ റെഗുലർ വേർബ് എന്താണെന്ന് കണ്ടു അല്ലേ? റെഗുലർ വേർബിനും അതായത് ഒരു സബ്ജക്റ്റ് നോക്കിയിട്ട് നമ്മൾ റെഗുലർ വേർബ് കോൺജുഗേറ്റ് ചെയ്തിട്ട് ഒരു സെൻറ്റൻസിൽ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് നമ്മൾ പറഞ്ഞു. റെഗുലർ വെർബിൻ്റെ കോൺജുഗേഷൻ നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ? പിന്നെ ഇറെഗുലർ വെർബിലോട്ട് വരുമ്പോൾ ഇറെഗുലർ വെർബും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചാൽ, ഇറെഗുലർ വെർബിൻ്റെ സ്റ്റെമ്മിൽ ചേഞ്ച് വരും. കോൺജുഗേഷൻ ചെയ്യുമ്പോൾ ഡൂവിൻ്റെയും RCSൻ്റെയും കോൺജുഗേഷൻ്റെ അവിടെ നമ്മുടെ സ്റ്റെമ്മിൽ വവലിന് ചേഞ്ച് വരും. ഓക്കെ, അതുകൊണ്ടാണ് അതിനെ ഇറെഗുലർ വെർബ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ ഇറെഗുലർ വെർബ്സിന് നമുക്ക് 3 കേസസ് ആണുള്ളത്. ഓക്കെ, റൂളായിട്ട് പറയാം. ഫസ്റ്റ് റൂൾ എന്ന് പറഞ്ഞാൽ നമ്മളുടെ സ്റ്റെമ്മിൽ, അതായത് ഒരു വേർഡിൻ്റെ സ്റ്റെമ്മിൽ ഇ എന്ന ലെറ്റർ ഉണ്ടെങ്കിൽ അത് ഐ ആകും. ഓക്കെ, ഇ എന്ന ലെറ്റർ ഉണ്ടെങ്കിൽ അത് ഐ ആകും. അതാണ് നമ്മുടെ ഫസ്റ്റ് റൂൾ, ഇ ടു ഐ. ഓക്കെ, ഇ ടു ഐ. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സ്പ്രേഷൻ അല്ലെ, സ്പ്രേഷൻ എന്ന് പറഞ്ഞാൽ ടു സ്പീക്ക് എന്നാണ് നമ്മൾ പറഞ്ഞത്. ടു സ്പീക്ക്, ടു സ്പീക്ക്. ഇപ്പോൾ സ്പ്രേഷൻ്റെ സ്റ്റെം എടുത്താൽ എന്താ കിട്ടുന്നത്? SPRECH ആണ് നമ്മളുടെ സ്പ്രേഷൻ്റെ സ്റ്റെം വരുന്നത് അല്ലേ? ഈ എന്ന് കളയുമ്പോഴാണ് സ്റ്റെം കിട്ടുന്നത്. ഇനി അത് കോൺജുഗേറ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഇഷ് ആണ് സബ്ജക്റ്റ് വരുന്നതെങ്കിൽ നമ്മളതിൻ്റെ കൂടെ സ്പ്രേഷനെ നമ്മൾ എന്ത് എഴുതും? നേരെ ജസ്റ്റ് സ്പ്രേഷേ എന്ന് എഴുതുള്ളൂ. ഓക്കെ, അതേസമയം ഡു ആണ് വരുന്നതെങ്കിൽ, ഓക്കെ, ഡു ആണ് വരുന്നതെങ്കിൽ നമ്മൾ SPR അവിടുത്തെ ഇ അല്ലേ, ഇ മാറി ഐ ആകും, സ്പ്രിഷ്റ്റ് എന്ന് വരും. ഓക്കെ, ഇഷ്പ്രേഷേ ഡു സ്പ്രിഷ്റ്റ്. ഓക്കെ, പിന്നെ RCS അല്ലെ, 3 പേർക്ക് വരെ കോൺജുഗേഷൻ ആയിരിക്കും എപ്പോഴും. സോ RCS വരുമ്പോഴും നമുക്ക് ഈ റൂൾ അപ്ലൈ ചെയ്യേണ്ടി വരും. ഇ മാറി ഐ ആകും, സ്പ്രിഷ്റ്റ് എന്ന് വരും. ഓക്കെ, സ്പ്രിഷ്റ്റ്, സ്പ്രിഷ്റ്റ്. ഓക്കെ, പിന്നെ RCS, പിന്നെ എന്നുള്ള വിയറിന് ജസ്റ്റ് ഇൻഫിനിറ്റീവ് ഫോം സ്പ്രേഷൻ. ഓക്കെ, ഇയറിന് സ്പ്രിഷ്റ്റ്. ഓക്കെ, സ്പ്രിഷ്റ്റ്. പിന്നെ ജി ഓർ സിക്കും സ്പ്രേഷൻ. ഓക്കെ, ഇങ്ങനെയാണ് കോൺജുഗേഷൻ വരുന്നത്. സോ ഇറെഗുലർ വെർബ് എന്താണെന്ന് അത് എഴുതിക്കോ. Irregular verbs will have vowel change in their stem with the conjugation of do and RCS. Okay, the conjugation of do and RCS. So irregular verbs in സ്റ്റെമ്മിൽ ചേഞ്ച് ഉണ്ടാവും ഡൂവിൻ്റെ RCSനെ കോൺജുഗേഷൻ ചെയ്യുമ്പോൾ മാത്രം. സോ ഇറെഗുലർ വെർബ് തിരിച്ചറിയാൻ നമുക്ക് പ്രത്യേകിച്ച് വഴിയൊന്നുമില്ല. സോ നമ്മളിപ്പോൾ തരുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇറെഗുലർ വെർബ്സ് ഒക്കെ ആയിരിക്കും. അപ്പോൾ ആ വെർബ്സ് ഇറെഗുലർ വെർബ് ആണ്. അപ്പോൾ ഇവിടെ എന്താണ് റൂൾ അപ്ലൈ ചെയ്യേണ്ടത് എന്ന് നമ്മൾ നോക്കി വയ്ക്കുക, അല്ലെങ്കിൽ അങ്ങനെ ഓർത്ത് വയ്ക്കാൻ ശ്രമിക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇറെഗുലർ വെർബ് ഒരു എക്സാമ്പിളിലൂടെ പറയുകയാണെങ്കിൽ ട്രെഫൻ. ഓക്കെ, ട്രെഫൻ എന്ന് പറഞ്ഞാൽ ടു മീറ്റ് എന്നാണ്. ഓക്കെ, ട്രെഫൻ ടു മീറ്റ്. ഫിഷിൻ്റെ കൂടെ ജസ്റ്റ് സ്റ്റെം എഴുതുന്നു, ഈ ആഡ് ചെയ്യുന്നു, ട്രെഫേ അല്ലേ. ഓക്കെ, ഇഷ് ട്രെഫേ ഡു, TR ഇവിടുത്തെ ഇ മാറിയിട്ട് ഐ ആകുന്നു, ട്രിഫ്റ്റ്. പിന്നെ RCS ട്രിഫ്റ്റ്. ഓക്കെ, ഇഷ് ട്രെഫേ ഡു ട്രിഫ്റ്റ്, RCS ട്രിഫ്റ്റ്. പിന്നെ വിയർ ട്രെഫൻ ഇയർ ട്രെഫ്റ്റ്. ഓക്കെ, വിയർ ട്രെഫൻ ഇയർ ട്രെഫ്റ്റ്. സി ഓർ സി എന്താവും? ട്രെഫൻ. ഓക്കെ, സോ ഡൂവിൻ്റെ RCSൻ്റെ കേസിൽ മാത്രം ഇ എന്ന വവൽ, സ്റ്റെമ്മിലുള്ള ഇ എന്ന വവൽ ഐ ആക്കി. ഓക്കെ, അതുപോലെ തന്നെ ഗേബൻ എന്ന് പറയുന്നൊരു വെർബുണ്ട്. ഗേബൻ മീൻസ് ടു ഗിവ്. ഓക്കെ, ഗേബൻ ടു ഗിവ്. സോ ഇവിടെ വരുമ്പം ഇഷ് ഗേബേ ഡു ഗിഫ്റ്റ്, അവിടെ ഈ മാറി ഐ RCS ഗിഫ്റ്റ്. വിയർ ഗേബൻ ഇയർ ഗിഫ്റ്റ്. സി ഓർ സി ഗേബൻ. സോ ഇങ്ങനെ ആയിരിക്കും നമ്മൾ ഫസ്റ്റ് കേസ് ഈ മാറി ഐ ആവുന്ന കേസിൻ്റെ അടിയിൽ. സോ ഈ കേസിൻ്റെ അടിയിൽ വരുന്ന കുറച്ച് വെർബുകൾ ഇവിടെ കാണിക്കാം കേട്ടോ. ഇനി നമുക്ക് എക്സെപ്ഷണൽ കേസുള്ള കുറച്ച് വെർബുകൾ വരാം കേട്ടോ. എക്സെപ്ഷണൽ കേസ് ഫോർ എക്സാമ്പിൾ നേമൻ എന്ന വെർബുണ്ട് അല്ലേ. നേമൻ എന്ന വെർബിൻ്റെ പേര് മീനിങ് ടു ടേക്ക് എന്നാണ്. ഓക്കെ, ഇവിടെ ഇഷ് നേമേ എന്ന് വന്നു. ഓക്കെ, ഇഷ് നേമേ. ഡു വരുമ്പം നമ്മളെന്താ പറഞ്ഞേ? ഈ മാറി ഐ ആകുമെന്ന് പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ എന്തായിരുന്നു വരേണ്ടത്? NIHMST എന്ന് പറഞ്ഞായിരുന്നു. പക്ഷേ ഇവിടെ വരുമ്പോൾ ഈ ഹെച്ചിന് പകരം നമ്മളൊരു എക്സ്ട്രാ എമ്മും കൂടെ ഇരിക്കുക. ഓക്കെ, നിംസ്റ്റ്. ഇഷ് നേമേ ഡു നിംസ്റ്റ്. പിന്നെ RCS ഇവിടെയും അതുപോലെ നെച്ചിന് പകരം എം ആയിരിക്കും. അപ്പം നിംറ്റ്. പിന്നെ വിയർ നേമൻ ഇയർ നെയിംഡ്. സി ഓർ സി നേമൻ. അതിനൊരു വേർഡാണ് threaten. Okay, threaten means to step. Threaten to step. അതാവും ഇഷ് ട്രെറ്റേ ഡു. ഇവിടെ TRITTE
TST എന്ന് വരും. ഓക്കെ, ട്രെറ്റ്സ്റ്റ് എന്ന് വരും. ഓക്കെ, TST ഇട്ട് കൊടുത്തത് എക്സെപ്ഷൻ കേസാണ്. TST ഇട്ട് കൊടുത്തു. സാധാരണ ടി ആണ് ഒരു വെർബ് സ്റ്റെമ്മിൻ്റെ അവസാനം വരുന്നതെങ്കിൽ നമ്മൾ ESTയും ET ഒക്കെ ഇടണമായിരുന്നു ഡൂവിൻ്റെ ആർട്ടിക്കിൾസിന് കൂടെ. പക്ഷേ ഇവിടെ ഇടുന്നില്ല കേട്ടോ. ഇഷ്ടത്തെ ഡു ട്രെറ്റ്സ്റ്റ് RZS ട്രെറ്റ് വിയർ ട്രെറ്റൻ ഇയർ ട്രെറ്ററ്റ് ZOZ ട്രെറ്റൻ. അതുപോലെ തന്നെ ഒരു വെർബാണ്, എക്സെപ്ഷൻ കേസുള്ളൊരു വെർബാണ് വേർഡൻ. ഓക്കെ, ഇതൊക്കെ എക്സെപ്ഷൻ വരുന്നതാണ്. നിയമൻ്റെ മുകളിൽ എക്സെപ്ഷൻ എഴുതുക. ഓക്കെ, മൂന്ന് വരുന്നുണ്ട്. വേർഡൻ. വേർഡൻ മീൻസ് ടു ബിക്കം വേർഡൻ. ഓക്കെ, അപ്പം ഇഷ് വേർഡേ എന്ന് വന്നു. ഡു വരുമ്പം W, ഈ മാറി I ആകുന്നു. പിന്നെ R എഴുതുന്നു. പിന്നെന്താണ്, സ്റ്റെമ്മിലെ D നമ്മളിവിടെ എഴുതുന്നില്ല, നേരെ കോഞ്ചേഷനായി ST മാത്രമേ ഇടുന്നുള്ളൂ കേട്ടോ. ഇവിടെ DST എന്നായിരുന്നു പറഞ്ഞത്, പക്ഷേ D ഇടുന്നില്ല അല്ലേ. ഡു വിൽസ്റ്റ് RZS വിർഡ്. ഓക്കെ, RCS വിർഡ് വിയർ വേർഡൻ ഇയർ വേർഡറ്റ് ZOZ വേർഡൻ. ഓക്കെ, ഇങ്ങനെയായിരിക്കും കോഞ്ചേഷൻ വരുന്നത്. ഇനി നമുക്ക് കേസ് 2 അല്ലെങ്കിൽ റൂൾ നമ്പർ 2 എന്ന് പറയുന്നത് E എന്ന വവ്വൽ തന്നെ, ഒരു വേർഡിൽ E എന്ന വവ്വൽ തന്നെ ആയിരിക്കും, പക്ഷേ അത് മാറി IE ആകുന്ന കേസാണ്. മുകളിൽ E മാറിയിട്ട് I ആകുമായിരുന്നു, ഇവിടെ E മാറിയിട്ട് IE ആകുന്നു. ഈ കേസിൽ കുറച്ച് വെർബുകളെ വരുന്നുള്ളൂ കേട്ടോ. ഫോർ എക്സാമ്പിൾ ലേസൺ. ഓക്കെ, ലേസൺ മീൻസ് ടു റീഡ്, അല്ലെ ലേസൺ ടു റീഡ്. ഇവിടെ കൊഞ്ചേഷൻ വരുമ്പം ഇഷ് ലേസേ നൈ. ഡു വന്നപ്പം ലീസ്റ്റ് എന്നായിരിക്കും, LIEIE. ഓക്കെ, E മാറി IE ടു. ഡു ലീസ്റ്റ് RZS ലീസ്റ്റ് വിയർ ലേസൺ ഇയർ ലേസ്റ്റ് ZOZ ലേസൺ. ഓക്കെ, ഇങ്ങനെയായിരിക്കും കോഞ്ചേഷൻ വരുന്നത്. അതുപോലെ തന്നെ സെയൻ. സെയൻ മീൻസ് ടു സീ എന്നാണ്. ഓക്കെ, ടു സീ. സോ ഇസ് എ ഡു സീസ്റ്റ്. ഓക്കെ, ഡു സീസ്റ്റ് RZS സീറ്റ് വിയർ സെയൻ ഇയർ സേറ്റ് ZOZ സെയൻ. സോ എൻ്റെ അടിയിൽ വരുന്ന കുറച്ച് വെർബുകളാണ് കേട്ടോ. ഫേലൻ. ഓക്കെ, ഫേലൻ ഇതുപോലെ തന്നെ കൊഞ്ചേറ്റിയ ഈ മാറ്റി IE ആക്കുക. ഫേലൻ ബെഫേലൻ. ബെഫേലൻ to order or command. Empfehlen to recommend. എന്താണ്, geschehen means to happen. Okay, to happen. stehlen means to steal. Okay, to steal. ഇത്രയും വെർബുകളാണ് ഈ ഒരു കേസിനടി വരിക. ഇപ്പോൾ നമുക്ക് ബെഫേലിനും എംഫേലിനും ഗഷേനൊക്കെ കാണുമ്പോൾ ഡൗട്ട് തോന്നില്ലേ. സ്റ്റെമ്മിൽ തന്നെ സ്റ്റെമ്മ് E എടുത്ത് കളയുമ്പോഴാണ്, അത് കൂടാതെ തന്നെ 2 E കൂടെ എക്സ്ട്രാ ഉണ്ട് അവിടെ. അപ്പോൾ ഏത് E ആണ് നമ്മൾ കോൺജുഗേറ്റ് ചെയ്യേണ്ടതെന്നല്ലേ. നിങ്ങൾ രണ്ടാമത്തെ ബെഫേലിൻ്റെ എംഫേലിൻ്റെയും, അതായത് ഫേലൻ എന്ന വേർഡിൻ്റെ ഫ്രണ്ടിൽ ഒരു പ്രിഫിക്സ് ഇട്ടുന്നതായിട്ട് കണക്കാക്കിയാൽ മതി. BEയും EMPയും ഒക്കെ. അപ്പം ആ ഫേലനെയാണ് നമ്മളവിടെ E മാറ്റി IE ആക്കേണ്ടത്. ഗഷേൻ്റെ കേസിലും രണ്ടാമത്തെ E ആണ് നമ്മൾ കോൺജുഗേറ്റ് ചെയ്യേണ്ടത്. ഫെയർ ടു മിസ് അല്ലെങ്കിൽ ലൂസ് എന്നുള്ള മീനിങ്. ഓക്കെ, സോ ഇത്രയും വെർബാണ് സെക്കൻഡ് കേസിൽ വരുന്നത്. ഇനി നമ്മളുടെ തേർഡ് റൂൾ. ഓക്കെ, നമുക്ക് 3 റൂൾസ് ആണുള്ളത്. തേർഡ് റൂളിൽ എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ ഒരു വെർബിൻ്റെ സ്റ്റെമ്മിൽ ആ എന്ന വവൽ ഉണ്ടെങ്കിൽ ആ ചേഞ്ചസ് ടു ആ ഉംലൗട്ട്. ഓക്കെ, ആ ചേഞ്ചസ് ടു ആ ഉംലൗട്ട്. അതാണ് നമ്മളുടെ തേർഡ് റൂൾ. സോ ഒരു എക്സാമ്പിൾ പറയാം. ഫാരൻ എന്ന് പറയുന്ന വെർബ്. ഫാരൻ മീൻസ് ടു ഡ്രൈവ്. ഓക്കെ, ടു ഡ്രൈവ്. സോ ഇഷ് ഫാറേ. ഡു വരുമ്പം F ആ ഉംലൗട്ട് HRST എന്ന് വന്നു. അപ്പോൾ ഇവിടെ എന്താവും, ആ ഉംലൗട്ടിൻ്റെ പ്രൊനൗൺസിയേഷൻ A എന്നല്ലേ. സോ ഡു ഫേർസ്റ്റ്. ഇഷ് ഫാറേ ഡു ഫേർസ്റ്റ് RZS ഫാ. ഇവിടെ ആ ഉംലൗട്ട് ആകുന്നു, അപ്പോൾ ഫേർട്ട് എന്നാകും. ഓക്കെ, ഫേർസ്റ്റ് ഫേർട്ട്. വിയർ ഫാറൻ ഇയർ ഫാർട്ട് ZOZ ഫാറൻ. ഓക്കെ, അതുപോലെ ഷ്ലാഫൻ മീൻസ് ടു സ്ലീപ്പ്. ഷ്ലാഫൻ ടു സ്ലീപ്പ്. ഇഷ് ഷ്ലാഫേ. ഡു schläft അല്ലെ, ഡു schläfst RZS schläft wir schlafen ihr schlaft ZOZ schlafen. Then tragen. Okay, tragen means to wear. Tragen to wear.
Ich trage, du trägst, sie es trägt, wir tragen, ihr tragt, sie tragen. അതുപോലെ വെർബാണ് fangen, fangen to catch, അപ്പം ich fange, du fängst, sie es fängt, wir fangen, ihr fangt, sie fangen. ഇതിൻ്റെ ഈ ഒരു കേസിനിടയിൽ വരുന്ന കുറച്ച് വെർബുകൾ വരാമേ. ഇനി ഒരു എക്സെപ്ഷണൽ കേസുള്ളതാണ് ലാഡൻ എന്ന് പറയുന്ന ഒരു വെർബ്. ലാഡൻ മീൻസ് ടു ലോഡ്. ഓക്കെ, ലാഡൻ ടു ലോഡ്. ഇഷ് ലാഡേ, ഡു LADST എന്നേ വരത്തുള്ളൂ. സാധാരണ നമ്മൾ പറഞ്ഞിരുന്നു വെർബ് സ്റ്റെമ്മിൻ്റെ എൻഡിൽ ഡി ഒ ടി അല്ലെങ്കിൽ ചില കേസിൽ എമ്മും എന്നും വരുമ്പോഴും നമ്മൾ EST ആണ് ആഡ് ചെയ്യുന്നത്. അല്ലെ, DT അപ്പോൾ വന്നാൽ നമ്മൾ EST ആഡ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ EST ഇട്ടിട്ടില്ല. ഓക്കെ, അതുപോലെ തന്നെ RCSന് നമ്മൾ ET ആണ് ആഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഇവിടെ വന്നപ്പം ലേറ്റ്. ഓക്കെ, ലേറ്റ് അവിടെ E ഇട്ടിട്ടില്ല. പിന്നെ വിയർ ലാഡൻ, ഇയർ ലാഡറ്റ്, സി ലാഡൻ. സെയിം ഒരു കേസാണ് ഹാൾട്ടൻ എന്ന് പറയുന്ന ഒരു വെർബ്. ഹാൾട്ടൻ മീൻസ് ടു ഹോൾഡ് അല്ലെങ്കിൽ ടു കീപ്പ്. ഹോൾഡ് ഓർ കീപ്പ് എന്നൊക്കെ പറയാം. ഓക്കെ, ഹോൾഡ്, കീപ്പ് ഓർ സ്റ്റോപ്പ് എന്ന് പറയാം. ഓക്കെ, ഹോൾഡ് എന്ന് പറഞ്ഞാൽ കീപ്പ് എന്നുള്ള മീനിങ് തന്നെ. സ്റ്റോപ്പ്. ഓക്കെ, ഒരു സ്റ്റോപ്പ്. പിന്നെ ഇഷ് ഹാൾട്ടേ, ഡു ഹേൽസ്റ്റ്, RCS ഇവിടെ EST ഇട്ടിട്ടില്ല. RCS ഹേൽഡ്, വിയർ halten, ihr haltet, and sie halten. ഓക്കെ, ഇതൊക്കെയാണ് നമ്മളുടെ വെർബുകളൊക്കെ പറ്റി മെയിനായിട്ട് പഠിക്കാനുള്ളത്. ഓക്കെ, സോ വെർബിൻ്റെ കോഞ്ചേഷൻ നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. പിന്നെ ഇറഗുലർ വെർബിലോട്ട് വരുമ്പോൾ ഏത് കേസിനടിയിൽ ഏത് വെർബാണ് വരുന്നതെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ചിയേഴ്സ്, താങ്ക് യു.